ഓക്കെ, സോ ഹായ് ഓൾ, വെൽക്കം ടു ASB അക്കാഡമി. എല്ലാവർക്കും ASB അക്കാഡമിയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. സോ നമ്മുടെ IBSയുടെ ടയർ 1 എക്സാംസ് ഒരുപാട് പേര് ഓൾറെഡി ക്വാളിഫൈ ചെയ്തിട്ടുണ്ട് അല്ലേ. നമ്മുടെ ഫസ്റ്റ് സ്റ്റേജ് കഴിഞ്ഞു. അപ്പോൾ ഇനി ഒരുപാട് പേര് നമ്മുടെ ടയർ 2 എക്സാംസിന്റെ പ്രിപ്പറേഷൻസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരിക്കും. നമുക്ക് അറിയാവുന്ന പോലെ തന്നെ നമ്മൾ നോർമൽ ഒബ്ജക്റ്റീവ് എക്സാംസിന് പ്രിപ്പയർ ചെയ്യുന്നത് പോലെ പ്രിപ്പയർ ചെയ്യേണ്ട ഒരു എക്സാം അല്ല നമ്മുടെ IBSയുടെ ടയർ 2 എക്സാംസ് എന്ന് പറഞ്ഞാൽ അല്ലേ. സോ എങ്ങനെയാണ് ഇതിന് പഠിക്കേണ്ടത്, അല്ലെങ്കിൽ ഏതൊരു മെത്തേഡിലൂടെ നമുക്ക് ഈ ഒരു എക്സാം ഈസി ആയിട്ട് ക്രാക്ക് ചെയ്യാം, എത്രയാണ് ക്വാളിഫയിങ് മാർക്സ്, അങ്ങനെ ഈ ഒരു എക്സാമിന് വേണ്ടി നമ്മൾ കീപ്പ് ചെയ്യേണ്ട ഒരു കംപ്ലീറ്റ് സ്ട്രാറ്റജിയാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ പ്രൊവൈഡ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, നമുക്ക് അറിയാവുന്ന പോലെ തന്നെ IBSയുടെ എക്സാംസ് വരുമ്പോഴത്തേക്ക് 3 ലെവലുകളായിട്ടാണ് നമുക്ക് എക്സാം നടക്കുന്നത് അല്ലേ. ഇതിൽ ടയർ 1 ആണ് ഓൾറെഡി നമുക്ക് കഴിഞ്ഞത്. ടയർ 1 ഓൾറെഡി നമുക്ക് കംപ്ലീറ്റ് ആയി അല്ലേ. ടയർ 1 എന്ന് പറയുമ്പോൾ നമുക്കറിയാം 100 മാർക്കിന്റെ ഒരു ഒബ്ജക്റ്റീവ് ടൈപ്പ് എക്സാം ആയിരുന്നു, ഒരു ഓൺലൈൻ ഒബ്ജക്റ്റീവ് എക്സാം ആയിരുന്നു ഏതെന്ന് പറയുന്നത് ടയർ 1 എക്സാം എന്ന് പറയുന്നത്. അപ്പൊ ഈ ടയർ 1 എക്സാം നിങ്ങൾ നല്ല അടിപൊളിയായിട്ട് നമ്മൾ സിലബസും എല്ലാം നന്നായിട്ട് കവർ ചെയ്തു പഠിച്ച് നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു അല്ലേ. സോ ഇനി ആണ് നമുക്ക് വരാൻ പോകുന്ന ടയർ 2 എക്സാംസ് എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ ടയർ 2 എക്സാംസ് എന്ന് പറയുമ്പോഴത്തേക്ക് ഒരിക്കലും നമുക്ക് മറ്റേ എക്സാമുകൾക്ക് വരുന്ന പോലെ ടയർ 1 ആൻഡ് 2 എക്സാംസ് ഡിഫിക്കൽട്ടി ലെവലിൽ മാത്രം വ്യത്യാസം വരിക എന്നുള്ള രീതിയിലുള്ള എക്സാം അല്ല നമുക്ക് ഏതിന് വരുന്നത്, IBയുടെ കേസിൽ വരുന്നത് അല്ലേ. ഇവിടെ ടയർ 1 ആൻഡ് ടയർ 2 എക്സാംസ് എന്ന് പറയുന്നത് എൻറ്റയർലി ഡിഫറെന്റ് ആണ്, തമ്മിൽ യാതൊരു ബന്ധമല്ല. അതായത് ഒന്ന് ഒബ്ജക്റ്റീവ് എക്സാം ആണെന്നുണ്ടെങ്കിൽ ടയർ 2 നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം ഇറ്റ് ഈസ് എ ഡിസ്ക്രിപ്റ്റീവ് എക്സാം. നമുക്ക് ഈ പറയുന്നത് പോലെ ഒരു ഒബ്ജക്റ്റീവ് ടൈപ്പ് എക്സാം അല്ല ഏതെന്ന് പറയുന്നത് IBSയുടെ ടയർ 2 എക്സാംസ് എന്ന് പറയുന്നത് അല്ലെ. 50 മാർക്കിന്റെ ഒരു ഓഫ്ലൈൻ മോഡിലുള്ള ഒരു ഡിസ്ക്രിപ്റ്റീവ് എക്സാം ആണ് ഏതെന്ന് പറയുന്നത് IBSയുടെ ടയർ 2 എക്സാംസ് എന്ന് പറയുന്നത് അല്ലെ. 50 മാർക്സ് ആണ് നിങ്ങൾക്ക് ടോട്ടൽ മാർക്സ് വരുന്നത്. ആൻഡ് ടയർ 3 എന്ന് പറയുമ്പോൾ അറിയാലോ ഇന്റർവ്യൂ സ്റ്റേജ് ആണ്. ടയർ 2 ക്വാളിഫൈ ആവുന്നവരാണ് ഇങ്ങോട്ടേക്ക് വരിക, ടയർ 3യിലേക്ക് വരിക. അത് നമുക്ക് ഈ പറയുന്നത് എന്താണ്, ഒരു ക്വാളിഫയിങ് സ്റ്റേജ് മാത്രമാണ് അല്ലെ, ക്വാളിഫയിങ് സ്റ്റേജ് ആണ്. അപ്പോൾ ടയർ 2 എക്സാംസ് എന്ന് പറയുന്നത് നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ 50 മാർക്സിന്റെ ഒരു ഡിസ്ക്രിപ്റ്റീവ് എക്സാം ആണെന്ന് പറയുമ്പോൾ തന്നെ അതിന് എന്തൊക്കെ കാര്യങ്ങൾ പഠിക്കണം, അല്ലെങ്കിൽ ഏത് രീതിയിലാണ് അവിടെ ക്വസ്റ്റ്യൻസ് വരുന്നത് എന്നുള്ളതൊക്കെയാണ് നമ്മൾ എന്ത് ചെയ്യാനായിട്ട് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് അല്ലെ. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ ടയർ 1 എക്സാംസിന് വേണ്ടിയുള്ള അതേ സിലബസ് ഫുൾ എൻറ്റയർലി പഠിച്ചിട്ട് അതിന്റെ ഡിസ്ക്രിപ്റ്റീവ് എക്സാം എന്നുള്ളതിനേക്കാൾ കൂടുതലായിട്ട് നമ്മുടെ വൊക്കാബ്സ് ടെസ്റ്റ് ചെയ്യുന്ന, അല്ലെങ്കിൽ നമ്മുടെ ഒരു വൊക്കാബുലറി സ്കിൽസ് ടെസ്റ്റ് ചെയ്യുന്ന ഒരു എക്സാം ആണ് ഏതെന്ന് പറയുന്നത് ടയർ 2 എക്സാംസ് എന്ന് പറയുന്നത്, IBയുടെ ടയർ 2 എക്സാംസ് എന്ന് പറയുന്നത്. സോ ഇവിടെ എന്താണ് 50 മാർക്സിന്റെ ക്വസ്റ്റ്യൻസ് വരുന്നതെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് മെയിൻ ആയിട്ട് നടക്കുന്നത് ട്രാൻസ്ലേഷൻ ക്വസ്റ്റ്യൻസ് ആണ് ഈ ഒരു എക്സാമിന്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് വരിക. ട്രാൻസ്ലേഷൻ ക്വസ്റ്റ്യൻസ് ആണല്ലേ. ട്രാൻസ്ലേഷൻ എന്ന് പറയുമ്പോൾ നിങ്ങൾ ചൂസ് ചെയ്യുന്ന നമ്മുടെ റീജിയണൽ ലാംഗ്വേജ് ഉണ്ടല്ലോ, അതിപ്പോ നമ്മുടെ കേസിൽ ഏതാണ്, മലയാളമാണ് അല്ലെ. സോ നമ്മുടെ റീജിയണൽ ലാംഗ്വേജിൽ നിന്ന് ഇംഗ്ലീഷിലേക്കും അതുപോലെ ഇംഗ്ലീഷിൽ നിന്ന് നമ്മുടെ റീജിയണൽ ലാംഗ്വേജിലേക്കും എന്ത് ചെയ്യാം, പാസേജസ് ട്രാൻസ്ലേറ്റ് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻസ് ആണ് 50 മാർക്സ് നമുക്ക് ഏതിന് വരിക, IBSയുടെ ടയർ 2 എക്സാംസ് നമുക്ക് വരിക അല്ലെ. അപ്പൊ നിങ്ങൾക്ക് സ്വാഭാവികമായിട്ട് എന്ത് കാണും, ഇംഗ്ലീഷ് ടു മലയാളം ട്രാൻസ്ലേഷനും കാണും, അതുപോലെ തന്നെ മലയാളം ടു ഇംഗ്ലീഷ് ട്രാൻസ്ലേഷനും എന്ത് ചെയ്യും ഈ ഒരു എക്സാമിന് നിങ്ങൾക്ക് ഉണ്ടാകും. എങ്ങനെയാണ് വരുന്നതെന്ന് ചോദിച്ചാൽ 500 വേർഡ്സിന്റെ അല്ലെ 500 വേർഡ്സിന്റെ ഒരു പാസേജ് ആയിരിക്കും നിങ്ങൾക്ക് എന്ത് ചെയ്യുക ഇതിന്റെ ക്വസ്റ്റ്യൻ ആയിട്ട് വരിക. അത് 2 രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് വരും അല്ലെ. ഇംഗ്ലീഷ് ടു മലയാളം ട്രാൻസ്ലേഷൻ ക്വസ്റ്റ്യൻ ഉണ്ടാകും, അതുപോലെ തന്നെ മലയാളം ടു ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ ചെയ്യാൻ വേണ്ടിയുള്ള ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് എന്ത് ചെയ്യും ഈ ഒരു 50 മാർക്കിന് നിങ്ങൾക്ക് ചോദിക്കുന്നതായിരിക്കും. സോ ട്രാൻസ്ലേഷൻ ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത് അല്ലെ. ട്രാൻസ്ലേഷൻ ക്വസ്റ്റ്യൻസ് ആണ് IBSയുടെ ടയർ 2 എക്സാംസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ വരുന്ന ആക്ടിവിറ്റി എന്ന് പറയുന്നത് എന്താണ്, ട്രാൻസ്ലേഷൻ ആണ്. ഒരു 500 വേർഡ്സിന്റെ പാസേജ് വരും, അത് ഇംഗ്ലീഷ് ടു മലയാളം ട്രാൻസ്ലേഷൻ ഉണ്ടാവും ആൻഡ് മലയാളം ടു ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ, അല്ലെങ്കിൽ നിങ്ങൾ ചൂസ് ചെയ്യുന്ന റീജിയണൽ ലാംഗ്വേജ് അതിലേക്കുള്ള ട്രാൻസ്ലേഷൻ ആയിരിക്കും നിങ്ങൾക്ക് അവിടെ വരുന്നത് അല്ലെ. ഡിസ്ക്രിപ്റ്റീവ് ആണ്. ടോട്ടൽ മാർക്സ് ഞാൻ പറഞ്ഞല്ലോ 50 മാർക്കാണ് അല്ലെ. 50 മാർക്കാണ്. 1 അവർ ആണ് നിങ്ങൾക്ക് ടൈം വരുന്നത്, 1 മണിക്കൂറാണ് നിങ്ങൾക്ക് എന്ത് വരുന്നത്, ടൈം വരുന്നത്. ടോട്ടൽ 50 മാർക്സിന്റെ എക്സാം ആണ്. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇറ്റ് ഈസ് ജസ്റ്റ് എ ക്വാളിഫയിങ് എക്സാം അല്ലെ. നിങ്ങൾക്ക് ഈ പറയുന്ന പോലെ നിങ്ങളുടെ ഫൈനൽ മാർക്കിലേക്ക് നിങ്ങൾ ഇവിടെ സ്കോർ ചെയ്യുന്ന മാർക്ക് എത്രയാണെന്നോ, അല്ലെങ്കിൽ അത് ഫൈനൽ മാർക്കിൽ ഏതെങ്കിലും അഫക്ട് ചെയ്യുമെന്നുള്ള ടെൻഷനോ കാര്യങ്ങളോ ഒന്നും നിങ്ങൾക്ക് വേണ്ട അല്ലെ. ഇത് ആക്ച്വലി ടയർ 3യിലേക്കുള്ള ഒരു ക്വാളിഫയിങ് സ്റ്റേജ് മാത്രമായിട്ട് കാൽക്കുലേറ്റ് ചെയ്യുന്ന ഒരു എക്സാം ആണ് എന്ന് പറയുന്നത് നമ്മുടെ ടയർ 2 എക്സാം എന്ന് പറയുന്നത് അല്ലെ. ഇവിടെ ആ ക്വാളിഫയിങ് മാർക്സ്, ആ ഒരു മിനിമം ക്വാളിഫയിങ് മാർക്സ് കൈക്കലാക്കുക എന്നുള്ളതാണ് നിങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ടാർഗറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ടോട്ടൽ മാർക്സ് 50 ആണ്. അതിൽ എത്രയാണ് നിങ്ങളുടെ മിനിമം ക്വാളിഫയിങ് മാർക്സ് എന്ന് ചോദിച്ചാൽ എത്രയാണ്, 20 മാർക്സ് ആണ് അല്ലെ. 50ൽ 20 മാർക്ക് വാങ്ങുന്ന ഒരാൾക്കാണ് നെക്സ്റ്റ് സ്റ്റേജിലേക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റുക, നിങ്ങൾക്ക് അത് ക്രാക്ക് ചെയ്യാനായിട്ട് പറ്റില്ല. നമ്മുടെ പ്രിലിംസ് എന്നൊക്കെ പറയുന്ന പോലെ തന്നെ അല്ലെ, ഒരു മിനിമം സ്കോർ ചെയ്യാം. അങ്ങനത്തെ ഒരു ക്വാളിഫയിങ് എക്സാം മാത്രമാണ് ടയർ 2 എക്സാംസ് എന്ന് പറയുന്നത് അല്ലെ. സോ ഔട്ട് ഓഫ് 50 നിങ്ങളുടെ മിനിമം നിങ്ങൾ സ്കോർ ചെയ്യേണ്ട മിനിമം മാർക്സ് എന്ന് പറയുന്നത് 20 മാർക്കാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് നിങ്ങൾ ചിന്തിക്കും നമ്മൾ ഈ പോലെ ട്രാൻസ്ലേഷൻ അല്ലേ, ജസ്റ്റ് മലയാളം ടു ഇംഗ്ലീഷ് ആക്കിയാൽ പോയി 20 മാർക്ക് കിട്ടാൻ സിമ്പിൾ ആണെന്നൊരു വിചാരം വരും. പക്ഷെ അവിടെ ഞങ്ങൾ ട്രാൻസ്ലേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ ജസ്റ്റ് വേർഡ് ടു വേർഡ് ട്രാൻസ്ലേഷൻ എന്നുള്ളതല്ല ഇവിടെ മീൻ ചെയ്യുന്നത് അല്ലെ. ഒരു 500 വേർഡ്സിന്റെ പാസേജ് ആകുമ്പോഴത്തേക്ക് ആ പാസേജിനെ അതിന്റെ ഫുൾ മീനിങ്ങോട് കൂടി അത് ഉദ്ദേശിക്കുന്ന ഫുൾ കണ്ടന്റിനെ അല്ലെ ഡയറക്റ്റ് ആ വേർഡ്സ് എടുത്തിട്ട് അതേ ഓർഡറിൽ അതിന്റെ ലിറ്ററൽ മീനിങ്ങിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുക, അങ്ങനെ വേർഡ് ടു വേർഡ് ട്രാൻസ്ലേഷൻ അല്ല ഇവിടെ മീൻ ചെയ്യുന്നത്. ഒരു പാസേജ് വരുമ്പോൾ അതിന്റെ ഫുൾ മീനിങ്ങിനെ ഉൾക്കൊണ്ടിട്ട് അവർ എൻറ്റയർ പാസേജിനെ എന്ത് ചെയ്യുക, നമ്മുടെ മറ്റ് ലാംഗ്വേജിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അതായത് കംപ്ലീറ്റ് ട്രാൻസ്ലേഷൻ. ആ ഒരു ട്രാൻസ്ലേഷൻ നിങ്ങൾ എല്ലാം ജസ്റ്റ് വേർഡ് ടു വേർഡ് ആണോ, അല്ല. ഓഫ് കോഴ്സ് അതിന്റെ ടെൻസ് മനസ്സിലാക്കണം. അവിടെ പറഞ്ഞിരിക്കുന്ന ഇന്നർ മീനിങ് ഉണ്ടെങ്കിൽ അതിനെ ആയിരിക്കും നമ്മൾ മലയാളം ട്രാൻസ്ലേറ്റ് ചെയ്യാണ്ട്, ഒരിക്കലും ലിറ്ററൽ മീനിങ് അതുപോലെ എടുക്കുക എന്നുള്ളതല്ല. അതുപോലെ നമ്മൾ ഫെമിലിയർ ആയിട്ട് മാത്രം യൂസ് ചെയ്തിരുന്ന വേർഡ്സ് ആയിരിക്കത്തില്ല ട്രാൻസ്ലേഷൻ ക്വസ്റ്റ്യൻസിൽ വരിക.
നമ്മൾ ടയർ 1ന്റെ സിലബസിന്റെ ഭാഗമായിട്ട് അല്ലെങ്കിൽ കറന്റ് റെലവന്റ് ആയിട്ടുള്ള സബ്ജക്ട്സ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനെ ബേസ് ചെയ്തിട്ടുള്ള പാസേജസ് ആയിരിക്കും നമുക്ക് എന്ത് ചെയ്യാം ഇതിന്റെ ഭാഗമായിട്ട് വരിക. അപ്പോൾ അവിടെ വരുന്ന കീവേഡ്സിനെ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് പറ്റണം അല്ലെ. നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന വേർഡ്സ് തന്നെ എപ്പോഴും വരണം എന്നില്ല. അപ്പോൾ അതിന്റെ ആക്യുറേറ്റ് ആയിട്ടുള്ള ആൾട്ടർനേറ്റീവ് വേർഡ്സ് എന്താണ്, ഇംഗ്ലീഷിലാണെങ്കിൽ അതെന്താണെങ്കിലും മലയാളം ടേംസ് എന്താണെന്ന് നമുക്ക് കൃത്യമായിട്ടുള്ള ധാരണ വേണം. സോ അങ്ങനെ പഠിക്കണമെങ്കിൽ അല്ലെങ്കിൽ അങ്ങനെ ആൻസർ ചെയ്യാൻ പറ്റണം എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് വേണം, ഈ ഒരു എക്സാമിനെ കുറിച്ചുള്ള കൃത്യമായിട്ടുള്ള ഒരു സ്ട്രാറ്റജിക് പ്ലാൻ നമുക്ക് വേണം. റിപ്പീറ്റ് ചെയ്ത് നിങ്ങൾക്ക് വരുന്ന ക്വസ്റ്റ്യൻ ഉണ്ട് അല്ലെ. ട്രാൻസ്ലേഷനിലെ ടയർ 2 എക്സാംസിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് റിപ്പീറ്റ് ചെയ്ത് വരുന്ന ഒരുപാട് ടോപ്പിക്സ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ ടെററിസം പോലത്തെ ടോപ്പിക്സ് അല്ലെങ്കിൽ അൺഎംപ്ലോയ്മെന്റ് അല്ലെങ്കിൽ അങ്ങനത്തെ ഒരുപാട് ടോപ്പിക്സ് ഉണ്ട്. ഇതൊക്കെ റിപ്പീറ്റ് ചെയ്ത് എപ്പോഴും ഒരേ പാസേജ് വരണം എന്നല്ല പറയുന്നത്, പക്ഷെ റിപ്പീറ്റ് ആയിട്ട് ചോദിക്കുന്ന തീമുകളുണ്ട് അല്ലെ. റിപ്പീറ്റ് ആയിട്ട് കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്ന കുറച്ച് തീംസ് ഉണ്ട്. അങ്ങനെ ടാർഗറ്റ് നമ്മൾ റിപ്പീറ്റ് ചെയ്ത് വന്നിരിക്കുന്ന പാസേജും തീംസിനെയും എല്ലാം ഡീപ്പായിട്ട് പഠിച്ച് അനലൈസ് ചെയ്താൽ മാത്രമേ നമുക്ക് റിപ്പീറ്റ് ആയിട്ട് ഇനി വരാറുള്ള ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ കീവേഡ്സ് നമുക്ക് ഐഡന്റിഫൈ ചെയ്ത് അതിനെ കറക്റ്റ് ആയിട്ട് നമുക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാനായിട്ട് പറ്റും അല്ലേ. സോ നിങ്ങൾക്ക് ഇതിന്റെ ഭാഗമായിട്ട് സ്പെഷ്യൽ വൊക്കാബ് സെക്ഷൻസ് ഉണ്ടായിരിക്കും. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വൊക്കാബ് സെക്ഷൻസും അല്ലേ, നമ്മൾ ഈ പറഞ്ഞ പോലെ പാസേജസ് വെച്ച് പഠിക്കുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് റിപ്പീറ്റ് ആയിട്ട് വരാറുള്ള കീവേഡ്സ് അല്ലേ, പലതായിട്ട് റിപ്പീറ്റ് ചെയ്യുന്ന തീംസ് ഉണ്ട്. ഞാൻ പറഞ്ഞില്ല കുറച്ച് തീംസ് നിങ്ങൾക്ക് റിപ്പീറ്റ് ചെയ്ത് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്, പക്ഷേ പാസേജസ് പലവണയും പലതായിരിക്കും. അത് നിങ്ങൾക്ക് NCERT സോഴ്സ് ആവാറുണ്ട്, അല്ലെങ്കിൽ നമ്മൾ പഠിക്കുന്ന നമ്മുടെ സിലബസ് അതിന് സോഴ്സ് ആവാറുണ്ട്, അല്ലെങ്കിൽ കറന്റ് റെലവന്റ് ആയിട്ടുള്ള മാറ്റേഴ്സ് അത് റിലേറ്റഡ് ഉള്ള പാസേജസ് വരാറുണ്ട്. അപ്പൊ അതൊക്കെ വരുമ്പോൾ നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യാത്ത ടേംസ് ഉണ്ടെങ്കിലും അതിനെ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് പറ്റണം. അതിന്റെ എക്സാക്ട് ട്രാൻസ്ലേഷൻ നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റണം. അതിന് വൊക്കാബ് സെക്ഷൻസ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അത് എങ്ങനെ കിട്ടുമെന്ന് ചോദിച്ചാൽ റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന ഈ പാസേജസിനെ നമ്മൾ കൃത്യമായിട്ട് അത് പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ ഒരു സ്കില്ല് നമുക്ക് അനലൈസ് ചെയ്യാനായിട്ട് പറ്റൂ. അതുപോലെ തന്നെ ട്രാൻസ്ലേഷൻ ടെക്നിക്സ് ഉണ്ട്. ഞാൻ പറഞ്ഞ പോലെ കറക്റ്റ് വേർഡ് ടു വേർഡ് ട്രാൻസ്ലേഷൻ എന്നുള്ളതല്ല. നമ്മളൊരു സെന്റൻസ് വരുമ്പോൾ അതിൽ ഓരോ വേർഡ് എടുത്ത് മലയാളത്തിലേക്ക് ആക്കുക എന്നുള്ളതിനേക്കാൾ ആ മീനിങ് പോകാതെ ഓരോ സെന്റൻസിനെയും അതിന്റെ കംപ്ലീറ്റ് മീനിങ്ങോടുകൂടി ട്രാൻസ്ലേറ്റ് ചെയ്യുക എന്നുള്ളതാണ് അല്ലേ. അതുകൊണ്ട് നമ്മൾ ഒരിക്കലും ഒരു വേർഡ് എടുക്കുന്നു അതിന്റെ മലയാളം അല്ലെങ്കിൽ ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാനുള്ള ടെക്നിക്ക് അല്ല, അതിന് അതിൻ്റെതായിട്ടുള്ള ടെക്നിക്സ് ഉണ്ട്. അതിന്റെ ഇന്റർ മീനിങ് പോകാതെ അല്ലെങ്കിൽ മീനിങ് ഒരു രീതിയിലും ഇൻകംപ്ലീറ്റ് ആവാത്ത രീതിയിൽ ട്രാൻസ്ലേറ്റ് ചെയ്യാൻ ഒരുപാട് ടെക്നിക്സ് ഉണ്ട്. അതൊക്കെ കൃത്യമായിട്ട് പ്രാക്ടീസ് ചെയ്താൽ മാത്രം ഈ ഒരു എക്സാം ഒക്കെ എന്ത് ചെയ്യാനായിട്ട് പറ്റൂ, നമുക്ക് അച്ചീവ് ചെയ്യാനായിട്ട് പറ്റും. സോ ഇതിന്റെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് സെക്ഷൻ എന്ന് പറയുന്ന പാസേജ് പ്രാക്ടീസ് തന്നെയാണ്. നമ്മൾ ഈ പറയുന്ന സ്കില്ലുകളെല്ലാം നിങ്ങൾക്ക് അച്ചീവ് ചെയ്യാനായിട്ട് സാധിക്കുന്നത് കൃത്യമായിട്ട് PYQസിലൂടെയും അല്ലെങ്കിൽ വരാൻ സാധ്യതയുള്ള ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സിലൂടെയും കറന്റ് വളരെ ഇമ്പോർട്ടൻസ് ഉള്ള ഇവന്റ്സ് റിലേറ്റഡ് പാസേജിനും ഒക്കെ ട്രാൻസ്ലേഷനുള്ള മാത്രമാണ് നിങ്ങൾക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റുക, ഈ സ്കില്ലുകളെല്ലാം നിങ്ങൾ അച്ചീവ് ചെയ്യാനായിട്ട് പറ്റുക. കറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് അത് ചെയ്തു പഠിക്കണം, സ്വയം ചെയ്യേണ്ടി വരും. അതുപോലെ നമ്മുടെ ക്ലാസ്സിൽ നമ്മുടെ കൂടെ ചെയ്യേണ്ടി വരും. സോ നിങ്ങൾക്ക് ഈ ക്ലാസ്സുകളെല്ലാം വരുന്ന കൂടുതൽ നിങ്ങൾക്ക് വരാൻ പോകുന്ന എല്ലാം ലൈവ് സെക്ഷൻസ് ആയതുകൊണ്ട് തന്നെ നമ്മൾ ആ ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യുന്ന ടൈമിൽ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും, ഇതെല്ലാം പ്രാക്ടീസ് ചെയ്യാനായിട്ട് പറ്റും. ഓഫ് കോഴ്സ് സ്റ്റാർട്ടിങ്ങിൽ മിസ്റ്റേക്സ് ഉണ്ടാവും, അതെല്ലാം മിസ്റ്റേക്സ് എല്ലാം കൃത്യമായിട്ട് തിരുത്തി മുന്നോട്ട് പോകാനുള്ള എല്ലാ ഓപ്പർച്യൂണിറ്റീസോടും ഉണ്ടായിരിക്കും. എവിടെയാണ് മിസ്റ്റേക്ക് വന്നത് അതൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവണം, അല്ലെങ്കിൽ കറക്റ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ പോലും കൃത്യമായിട്ടുള്ള പ്രാക്ടീസ് ഉണ്ടാവണം അല്ലേ. സോ ലൈവ് സെക്ഷൻസ് ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഓഫ് കോഴ്സ് ഡൗട്ട്സ് വരും, കാര്യങ്ങൾ വരും, അതെല്ലാം സ്പോട്ട് ഓൺ നമ്മൾ ക്ലിയർ ചെയ്ത് തന്നെ മുന്നോട്ട് പോകുന്നത് കൊണ്ട് തന്നെ ക്ലാസ്സിനകത്ത് നിങ്ങൾക്ക് യാതൊരു പ്രശ്നമോ കാര്യങ്ങളൊന്നും വേണ്ട. ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി മോക്ക് ടെസ്റ്റ്, നിങ്ങൾ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യുന്നത് കൂടാതെ തന്നെ നിങ്ങൾക്ക് ഓൺ ലെവൽ പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി മോക്ക് ടെസ്റ്റുകളും ഉണ്ടാവും. അതുപോലെ പാസേജ് പ്രാക്ടീസസ് ഉണ്ടാവും. നിങ്ങൾക്ക് പാസ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് അത് പ്രാക്ടീസ് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റീസും എല്ലാം ഉണ്ടാവും. ആൻഡ് നമുക്ക് ഈ ലൈവ് ക്ലാസ് ആയതുകൊണ്ട് തന്നെ പേഴ്സണൽ മോക്ക് ടെസ്റ്റുകൾ ഉള്ളതുകൊണ്ട് തന്നെ പേഴ്സണലൈസ്ഡ് ഇവാലുവേഷൻ ഈ ഒരു കോഴ്സിന്റെ ഭാഗമായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. അറിയാവുന്ന പോലെ തന്നെ IBSCയുടെ ടയർ 2 എക്സാംസ് നമുക്ക് ക്വാളിറ്റി ക്ലാസ്സസ് വളരെ വളരെ കുറവാണ് അല്ലെ, വളരെ കുറവാണ്. സോ അങ്ങനത്തെ ഒരു ക്വാളിറ്റി ക്ലാസ്സിന്റെ അഭാവം ഉള്ളതുകൊണ്ട് തന്നെ ഒരു ഒറ്റയ്ക്ക് പ്രിപ്പയർ ചെയ്യുന്നവർ ആ പഠനത്തിൽ സാറ്റിസ്ഫൈഡ് ആവാത്തേക്ക് ഒരുപാട് ആളുകളുണ്ടായിരിക്കും. സോ നിങ്ങൾക്കെല്ലാം വേണ്ടി എൻറ്റയർലി ഒരു ടയർ 2 എക്സാംസിനെ മാത്രം ഫോക്കസ് ചെയ്തിട്ട് എല്ലാ രീതിയിലും ഒരു മിനിമം സ്കോർ അച്ചീവ് ചെയ്യുക എന്നുള്ളൊരു മുഴുവൻ ഉദ്ദേശത്തോടെ നമ്മൾ മുന്നോട്ട് വെക്കുന്ന ഒരു കോഴ്സാണ് നമ്മുടെ ഈ ഒരു IB ടയർ 2ന്റെ ASB അക്കാഡമി ലോഞ്ച് ചെയ്തിരിക്കുന്ന കോഴ്സ് എന്ന് പറയുന്നത്. ഓൾറെഡി ഒരുപാട് ഒരു പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്തു, നമ്മൾ ക്ലാസ് ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ വളരെ എഫക്റ്റീവായിട്ട് വളരെ കൺസിസ്റ്റന്റ് ആയിട്ട് നമ്മുടെ ക്ലാസ്സസ് മുന്നോട്ട് പോകുന്നുണ്ട്. സോ ഇനിയും ജോയിൻ ചെയ്തിട്ടില്ല, ടയർ 2 എക്സാമിന് നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്നവരാണ്, പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ ഇതുവരെയുള്ള പ്രിപ്പറേഷൻ സാറ്റിസ്ഫൈഡ് അല്ല, അങ്ങനത്തെ എന്ത് ഇഷ്യൂസ് ഉണ്ടെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് സ്ക്രോളിൽ നമ്പർ കാണാം, അതിലേക്ക് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതിന്റെ ഫുൾ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അവിടെ അവൈലബിൾ ആയിരിക്കും. നിങ്ങൾക്ക് കിട്ടാവുന്നതിൽ വെച്ചിട്ട് ഏറ്റവും ക്വാളിറ്റി ക്ലാസ്സസ് തന്നെയാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. നിങ്ങൾക്ക് സബ്ജക്ട് എക്സ്പേർട്സിന്റെ ക്ലാസ് ഉണ്ടായിരിക്കും, ലൈവ് ക്ലാസ്സസ് ആയിരിക്കും വരിക. സോ ഡൗട്ട് സോൾവിങ്ങും കാര്യങ്ങളും ഒന്നും നിങ്ങൾക്ക് ഒരു ഇഷ്യൂ ആവുകയില്ല. അതുപോലെ തന്നെ മോക്ക് ടെസ്റ്റ് നിങ്ങൾക്ക് കണ്ടിന്യൂസ് ആയിട്ട് പ്രാക്ടീസ് ചെയ്തിരിക്കാനുള്ള നമ്മുടെ ക്ലാസ്സസ് ത്രൂ ക്ലാസ്സിൽ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യാനുള്ള അവസരം ഉണ്ടാകും. അതുപോലെ സെപ്പറേറ്റ് ആയിട്ട് നിങ്ങൾക്ക് പാസേജ് പ്രാക്ടീസസിനുള്ള എല്ലാ ചാൻസസും എല്ലാം റെഗുലർ ആയിട്ട് ഈ ഒരു കോഴ്സിന്റെ ഭാഗമായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നത് കൊണ്ട് തന്നെ നമുക്ക് ഏതെല്ലാം രീതിയിൽ ഇതിനൊക്കെ അല്ലെങ്കിൽ ഏതെല്ലാം രീതിയിൽ നമ്മൾ ഡീപ്പായിട്ട് പഠിക്കണം, ഇതിന്റെ എല്ലാ ട്രാൻസ്ലേഷൻ ടെക്നിക്സും അതിന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വൊക്കാബ്സും എല്ലാം ഈ ഒരു കോഴ്സ് കഴിയുമ്പോഴത്തേക്ക് നമ്മൾ അടിപൊളിയായിട്ട് നമ്മൾ ക്ലിയർ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, സോ എത്രയും പെട്ടെന്ന് താല്പര്യമുള്ളവർ എത്രയും പെട്ടെന്ന് ടൈം ഒന്നും കളയാനായിട്ടാണ്. നമുക്ക് ഇനി ദിവസങ്ങൾ വളരെ 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 കുറവാണ് അല്ലേ, വളരെ കുറവാണ്. സോ എത്രയും വേഗം നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യേണ്ട ടൈമാണ്. സോ ഇതുവരെ പഠിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ പോലും ഇനി നിങ്ങൾക്ക് വേസ്റ്റ് ചെയ്യാനായിട്ട് ടൈമില്ല. എത്രയും വേഗം ജോയിൻ ചെയ്തിട്ട് സ്ക്രോളിൽ കാണുന്ന നമ്പറിലേക്ക് ഇപ്പൊ തന്നെ കോൺടാക്ട് ചെയ്യുക.
എത്രയും പെട്ടെന്ന് അഡ്മിഷൻസ് എടുക്കുക, നിങ്ങളുടെ പ്രിപ്പറേഷൻസ് സ്റ്റാർട്ട് ചെയ്യുക. ഓക്കെ, പഠിക്കുന്ന സമയം മാക്സിമം എഫക്റ്റീവായിട്ട് തന്നെ ഇനി ഇങ്ങോട്ടുള്ള ദിവസങ്ങളിൽ പഠിക്കാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക. ഓക്കെ, തെറ്റാണല്ലോ. സോ ഇതിന്റെ കൂടുതൽ അപ്ഡേറ്റ്സുമായിട്ട് നമുക്ക് നെക്സ്റ്റ് വീഡിയോസിൽ നമുക്ക് കാണാം. എല്ലാവരും ചാനൽ ഫോളോ ചെയ്യാത്തവരുണ്ടെങ്കിൽ കൃത്യമായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. ഇതിന്റെ കൂടുതൽ അപ്ഡേറ്റ്സും ക്ലാസിന്റെ അപ്ഡേറ്റ്സും എല്ലാം നമുക്ക് ഈ ത്രൂ ലഭിക്കുന്നതായിരിക്കും. ആൻഡ് നമ്മുടെ ആപ്പ് ത്രൂ നിങ്ങൾക്ക് മറ്റ് ക്ലാസ്സുകളും എല്ലാം നിങ്ങളുടെ ഫ്രീ ക്ലാസിന്റെ അപ്ഡേറ്റ്സും എല്ലാം നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് കമന്റിൽ പിൻ ചെയ്യുന്നതായിരിക്കും. അതിലൂടെ നിങ്ങൾക്ക് നമ്മുടെ ആപ്പ് ത്രൂ ഉള്ള ഫ്രീ ക്ലാസിന്റെ ലിങ്കുകളും അതുപോലെ സ്റ്റഡി മെറ്റീരിയൽസും എല്ലാം ആ ഒരു ഗ്രൂപ്പ് ത്രൂ നിങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. സോ കൂടുതൽ അപ്ഡേറ്റ്സിന് വേണ്ടിയിട്ട് അതും നിങ്ങളൊന്ന് ഫോളോ ചെയ്യുക. അപ്പോൾ കൂടുതൽ അപ്ഡേറ്റ്സ് വേണ്ടി നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് കാണാം. സീ യു ഓൾ ദ ബെസ്റ്റ്.